Hi dear students, നമ്മുടെ ലെക്ചർ സീരീസുകൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിൽ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളും അതിലെ വാർഡ് മാനേജ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ സർവീസസുകൾ ഏതോ നമുക്ക് അവിടെ പോയിട്ട് സർവീസസുകൾ എടുത്ത് തിരിച്ചു വരാൻ പറ്റും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തുകൊണ്ട് അവിടുത്തെ സർവീസുകൾ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് എടുക്കുന്ന സർവീസുകൾ നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ് ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷണൽ ഏരിയാസുകളിലോട്ടാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുടെ ഡെഫിനിഷൻസ്, ഇതിൻ്റെ ഫങ്ഷൻസുകൾ, ഇതിൻ്റെ ജനറൽ കൺസിഡറേഷൻസുകൾ, അതേപോലെ ഓപ്പറേഷണൽ ഏരിയാസുകൾ, അതേപോലെ അതിൽ മാനേജറൽ ഇഷ്യൂസുകളും പിന്നെ മാനേജ്മെൻറ്റ്സും. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഹോസ്പിറ്റൽസിൻ്റെ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് ഏതർ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൽനെസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് മോണിറ്ററിങ് ആവശ്യമുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാറുള്ളത്. ഇത് അവർക്ക് ഏത് ട്രീറ്റ്മെൻറ്റ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ അസുഖത്തെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇൻവെസ്റ്റിഗേഷൻസുകൾ നടത്താൻ വേണ്ടിയിട്ടാണ്. ഹോസ്പിറ്റലിലെ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഹോസ്പിറ്റൽ സർവീസസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നതാണ്. ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുമ്പം അതിൻ്റെ 30-40% ഓഫ് ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ വെച്ച് നോക്കുമ്പം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന് തന്നെ അത് വളരെ ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് ഡെഫിനിഷൻസിലോട്ട് കിടക്കുമ്പോൾ എന്താണ് ഒരു ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ വാർഡ്സുകളും. ഒരു ഹോസ്പിറ്റലിൻ്റെ ഇൻപേഷ്യൻ്റ് സർവീസസുകളെ ഡിഫൈൻ ചെയ്യുന്നത് ഇൻപേഷ്യൻ്റ് സർവീസസ് എൻറ്റൈൽ കോംപ്രഹെൻസീവ് ഹോസ്പിറ്റൽ കെയർ ഫോർ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് പ്രൊവൈഡഡ് ടു പേഷ്യൻസ് റിക്വയറിംഗ് ഹോസ്പിറ്റലൈസേഷൻസ്. ഹോസ്പിറ്റലിൽ താമസമാക്കിയിട്ട് സർവീസസുകൾ എടുക്കുന്നവർക്ക് പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്സുകൾ, മോണിറ്ററിങ് നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എന്ന് പറയുന്നത്. ഇനി വാർഡ് സർവീസസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് വാർഡ് സർവീസസുകൾ. വാർഡ് സർവീസസുകൾ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അസുഖമുള്ള എല്ലാവരെയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സുകളും അവരുടെ ഒബ്സർവേഷൻസുകളും നൽകുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് നമ്മൾ വാർഡ് സർവീസസുകൾ എന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് സെഷൻ ഒരു ഇൻപേഷ്യൻ വാർഡ് സർവീസസുകളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സുകൾ എന്താണ്. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിക്കലും പാരാമെഡിക്കലും നഴ്സിംഗ് കെയറുകളും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സർവീസസുകളും വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസുകൾ വരികയാണെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അവർക്ക് അവരുടെ അസുഖങ്ങളിൽ നിന്ന് ടെമ്പററിയോ ഇല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻ്റ് അവരുടെ സർവീസ് എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തു പറ്റി, എന്തായി എന്നുള്ളത് നമുക്ക് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ ക്വസ്റ്റ്യൻ മാർക്കിന് നമുക്ക് എന്താണ്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് അവരുടെ ഡയറക്റ്റ് ഒബ്സർവേഷൻസുകളും എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻസ്, എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും, ഇത് കാരണം കൊണ്ട് തന്നെ അവരുടെ ചെയ്യുന്ന ജോലിക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് പുറമെ ഹോസ്പിറ്റലിലെ സർവീസസുകൾ നമുക്ക് നാളത്തെ യങ് ജനറേഷനിൽ വളർന്നു വരുന്ന പാരാമെഡിക്കലും മെഡിക്കൽ സ്റ്റാഫുകൾക്കുമുള്ള പ്രോപ്പർ ട്രെയിനിങ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ റിസർച്ച് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും ഈ പേഷ്യൻസുകളെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു IPD ഒരു ഹോളായിട്ട് കൺസിഡർ ചെയ്യുമ്പം ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, ഡയഗ്നോസിസ് സർവീസസുകളുണ്ട്, ഫാർമസി സർവീസസുകളുണ്ട്, ഡയറ്ററി സർവീസസുകൾ വരുന്നുണ്ട്, അതേപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് സെക്ഷൻസുകൾ വരുന്നുണ്ട്.
ഒരു ഐ പി ഡിയുടെ പെർഫോമൻസ് എത്രത്തോളം, ഒരു അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസസുകൾ എത്രത്തോളം ബെറ്റർ ആണ്, അല്ലെങ്കിൽ ആ സർവീസസുകൾ എത്ര പെർഫോമൻസ് കാണിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അനാലിസിസുകളുണ്ട്. അതിൽ വരുന്നതാണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റുകൾ, ബെഡ് ടേൺ ഓവർ റേറ്റുകൾ, ലാമ ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് റേറ്റുകൾ, അബ്സ്കോണ്ടിങ് റേറ്റുകൾ, ഡിസ്ചാർജ് റേറ്റുകൾ, ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഔട്ട്കം അസസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ജനറൽ കൺസിഡറേഷൻസുകളാണ് വരുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ലൊക്കേഷനും ഏരിയാസുകളാണ്. നമുക്കറിയാം ഒരു ഐ പി ഡി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ, കാരണം ഒരു പെർട്ടിക്കുലർ അസുഖമോ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടോ ആണ് ഒരു ഹോസ്പിറ്റലിൽ സർവീസസുകൾ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ഒരു ഒ പി ഡി ലൊക്കേറ്റ് ചെയ്തോ അല്ലെങ്കിൽ എമർജൻസി ലൊക്കേറ്റ് ചെയ്തോ പോലെയോ ട്രാഫിക് കൂടുതലുള്ള ഒരു ലൊക്കേഷൻസിൽ നമുക്ക് ഐ പി ഡി പറ്റില്ല. കാരണം അത് അവരുടെ കംഫർട്ടും അവരുടെ റിലീവിങ്ങിനെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റുവേഷൻസ് എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഐ പി ഡി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഡിസ്റ്റർബൻസുകളും അതേപോലെ ഇൻഫെക്ഷൻ റേറ്റ്സുകളും കുറഞ്ഞിട്ടുള്ള ഏരിയാസുകൾ. ഒരു ഐ പി ഡി ഡിപ്പാർട്ട്മെൻറ്റ്സുകളുടെ ലൊക്കേഷൻസുകളും അതിൻ്റെ ഏരിയ ഫെസിലിറ്റീസുകളും. ഒരു ഐ പി ഡി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എന്ന് പറയുന്നത് അതിലെ പേഷ്യൻസുകൾ വളരെ കാമും ക്വയറ്റ് എൻവയോൺമെൻറ്റ്സുകളുമാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇതൊരു ഔട്ടർ സോൺസുകളിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും മിനിമം ഡിസ്റ്റർബൻസുകളും ഇൻഫെക്ഷൻ റിസ്കുകളും കുറഞ്ഞിട്ടുള്ള ഏരിയാസ്, ട്രാഫിക്കുകൾ കൺട്രോൾഡ് ആയിട്ടുള്ള, ഇതേപോലെ വിസിറ്റേഴ്സ് കൺട്രോളുള്ള ഏരിയാസുകളിലാണ് നമ്മൾ എപ്പോഴും ഒരു ഐ പി ഡി ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഏറ്റവും ബെറ്റർ ആയിട്ട് പ്ലേസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലോട്ട് ആക്സസിബിലിറ്റി ഈസി ആയിരിക്കണം. നമ്മുടെ ഹോസ്പിറ്റൽസുകളിൽ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ് നമ്മുടെ ഹോട്ടൽ സ്പേസുകളിൽ 30 to 35% ഒക്കുപ്പൈ ചെയ്യാറ്. നെക്സ്റ്റ്, ഒരു ബെഡ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം ആയിട്ട് വേണ്ട സ്പേസ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 70 to 90 സ്ക്വയർ ഫീറ്റുകളാണ്. ഇനി ഓരോ ഹോസ്പിറ്റൽസും അതിൻ്റെ സ്റ്റാൻഡേർഡും അനുസരിച്ചിട്ട് ഗൈഡ് ലൈൻസുകൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്, എത്ര വേണം സ്പേസ് റിക്വയർമെൻറ്റ്സുകൾ എന്ന് പറയും. നെക്സ്റ്റ്, നമുക്ക് സൈസസുകൾ എടുക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഒപ്റ്റിമൽ സൈസസുകൾ വേണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സുകളും പ്രൊസീജിയേഴ്സുകളും ചെയ്യാൻ വേണ്ടിയിട്ട്. സ്മോളർ യൂണിറ്റ്സുകളാണെങ്കിൽ നമുക്ക് ഏറ്റവും പേഴ്സണലായിട്ടുള്ള കെയറുകൾ നൽകാൻ പറ്റും. പക്ഷെ അത് എന്തായാലും കോസ്റ്റ്ലികളാവും. അതുകൊണ്ടാണ് നമുക്ക് റൂംസുകളും സ്യൂട്ട്സുകളൊക്കെ വരുമ്പോൾ പ്രൈസുകൾ കൂടുന്നത്. ലാർജർ യൂണിറ്റ്സ് മേ ബി കോസ്റ്റ് എഫക്റ്റീവ്. അതുകൊണ്ട് നമുക്ക് വാർഡ്സുകളും അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ ഷെയർഡ് ഒക്കുപ്പൻസികളും നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസിൻ്റെ ഫാക്ടേഴ്സുകളിൽ വരുന്നത് പേഷ്യൻ്റ് ടൈപ്പുകൾ, അവർക്ക് ലഭിക്കുന്ന സ്റ്റാഫിൻ്റെ സർവീസസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസുകൾ, റിക്വയർമെൻറ്റ്സുകൾ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ വാർഡ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് വാർഡ്സ് മാനേജ്മെൻറ്റ്? ഹോസ്പിറ്റൽ വാർഡ്സുകൾ എന്ന് പറയുന്നത് ഒരു സിമിലർ ടൈപ്പ് ഓഫ് അസുഖങ്ങളോ അല്ലെങ്കിൽ സിമിലർ ഡിപ്പാർട്ട്മെൻറ്റ്സുകളുടെ പേഷ്യൻസിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഒക്യുപ്പൻസി സ്പേസിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാർഡ്സുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഉപകാരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും അതേപോലെ സർവീസസുകളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം പേഷ്യൻസ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സർവീസസുകളും എന്താക്കും ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നു. ഇനി വാർഡ്സുകളുടെ ക്ലാസിഫിക്കേഷൻസുകളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ വാർഡ്സുകളാണ്. ജനറൽ വാർഡ്സുകൾ എന്ന് പറയുന്നത് ജനറൽ കണ്ടീഷൻസുകളെ ബേസ് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻസുകളെ സെപ്പറേറ്റ് ചെയ്ത് അവരെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജനറൽ വാർഡ്സുകൾ എന്ന് പറയുന്നത്. ഇവിടെ സൂപ്പർവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്
അവരുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡോക്ടേഴ്സുകൾ ഉണ്ടാകും, നഴ്സിംഗ് ടീമുകൾ ഉണ്ടാകും, അഡ്മിനിസ്ട്രേറ്റീവ് ടീമുകളും ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു വാർഡ്സിൽ പേഷ്യൻ്റ് അതേപോലെ നമ്മൾ നഴ്സസ് റേഷ്യോ എന്ന് പറയുന്നത് 1:5 റേഷ്യോകളിലായിരിക്കും. അതായത് ഒരു നഴ്സസ് 5 പേഷ്യൻസിനെ നോക്കുന്ന രീതികളിലായിരിക്കും സ്റ്റാഫിങ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. നെക്സ്റ്റ് സ്പെസിഫിക് വാർഡ്സുകളാണ്. സ്പെസിഫിക് വാർഡ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൈലർ മെയ്ഡ് ആയിട്ടുള്ള വാർഡ്സുകളാണ്. ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സുകളായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു എക്സ്ട്രാ കെയർ ഒക്കെ വേണ്ടവർക്ക് പെർട്ടിക്കുലർലി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഏരിയാസുകളാണ് സ്പെസിഫിക് വാർഡ്സുകളാണ്. അതിൻ്റെ എക്സാമ്പിൾസുകളാണ് എമർജൻസി വാർഡ്സുകൾ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്സുകൾ, നഴ്സറികൾ, സ്പെഷ്യൽ സ്പെസ്റ്റിക് നഴ്സറീസ്, ബേൺ വാർഡ്സുകൾ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സുകൾ. ഇനി യൂണിറ്റ് വിത്ത് സ്പെഷ്യലൈസ്ഡ് നഴ്സിംഗ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ചില വാർഡ്സുകൾക്ക് മോണിറ്ററിങ് മാത്രമല്ല, ആ വാർഡിൽ തന്നെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകളും ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസുകളും നിർബന്ധമായി വരാം. ഇങ്ങനെയുള്ള വാർഡ് സർവീസസുകളിൽ പേഷ്യൻസുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും അതിന് പുറമെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റ്സുകളും എക്യുപ്മെൻറ്റ്സുകളും അവൈലബിൾ ആയിട്ട് ആവശ്യം വരുന്നതാണ്. കാരണം എമർജൻസി സിറ്റുവേഷൻസിൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള എമർജൻസീസ് എക്യുപ്മെൻറ്റ്സുകളും ഇതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഏരിയാസുകളാണ് നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബേൺ പേഷ്യൻസുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് 3 ടൈപ്പ് ഓഫ് നഴ്സിംഗ് വാർഡ്സുകളാണ്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ജനറൽ വാർഡ്സുകൾ, സ്പെസിഫിക് വാർഡ്സുകളും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡ്സുകളുമാണ്. നെക്സ്റ്റ് നമ്മുടെ ഒരു ഗ്ലാൻസ് വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി വാർഡ് ഡിസൈൻസുകൾ. അപ്പോൾ വാർഡ് ഡിസൈൻസുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ ഹോസ്പിറ്റൽസിലെയും വാർഡ്സുകൾ ഡിഫറെൻറ്റ് രീതികളിലാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓരോ അറേഞ്ച്മെൻറ്റ്സിനും ഓരോ ഫീച്ചേഴ്സുകളും അതിൻ്റെ പ്രത്യേകതകളും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന കുറച്ച് വാർഡ് ഡിസൈൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാർഡ് ഡിസൈൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസുകളിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രൈമറി ആയിട്ട് വരേണ്ട ഏരിയാസുകളാണ് ബെഡ് അക്കോമഡേഷൻ ഏരിയാസുകളാണ്, നഴ്സിംഗ് സ്റ്റേഷൻസുകളാണ്, ട്രീറ്റ്മെൻറ്റ് റൂംസുകളാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ റൂംസുകളുണ്ടാവും, നഴ്സസ് റൂംസുകളുണ്ടാവും, സ്റ്റോഴ്സുകളുണ്ടാവും, അത്യാവശ്യമായിട്ടുള്ള മെഡിസിൻസുകളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഏരിയാസുകൾ. അതേപോലെ ക്ലീൻ യൂട്ടിലിറ്റികൾ, നമ്മുടെ ലിനൻസുകളും എക്യുപ്മെൻറ്റ്സുകളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയാസുകൾ. നെക്സ്റ്റ് സാനിറ്ററി റിക്വയർമെൻറ്റ്സുകളാണ്. ടോയ്ലറ്റ്സുകൾ ഉണ്ടാകാം, ഡേർട്ടി യൂട്ടിലിറ്റി ഏരിയാസുകളുണ്ടാകും, ഹൗസ് കീപ്പിംഗ് ഏരിയാസുകളുണ്ടാകാം. നെക്സ്റ്റ് ഇതിന് ആൻസിലറി ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട്, അതായത് ഇതിന് ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇതല്ലാതെ ഫങ്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന ഏരിയാസുകൾ, അതാണ് വാർഡ് പാൻട്രികൾ, ഡേ റൂംസുകൾ, കോൺഫറൻസ് ഏരിയാസുകൾ, ട്രോളി ഏരിയാസുകൾ. അപ്പം ഒരു വാർഡിലെ ഏരിയാസുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രൈമറി ഏരിയാസ്, ഓക്സിലറി ഏരിയാസ്, സാനിറ്ററി ഏരിയാസും ആൻസിലറി ഏരിയാസുകളുമായിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാർഡ് ഡിസൈൻസുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ഓപ്പൺ വാർഡ് കാറ്റഗറികൾ ഉണ്ടാകാം. ഓപ്പൺ വാർഡ് കാറ്റഗറീൻ്റെ ഒരു ഡിസൈൻ ലേ ഔട്ടാണ് നിങ്ങളിവിടെ കാണപ്പെടുന്നത്. ഇവിടെ നഴ്സിംഗ് സ്റ്റേഷൻസുകൾ 2 ബിസൈഡായി വെച്ചിട്ടുള്ള ബെഡ്സുകളുടെ നടുവിലായിട്ടാണ് നമുക്ക് നഴ്സിംഗ് സ്റ്റേഷൻസുകളും ബാക്കിയുള്ള ഏരിയാസുകളും വരുന്നത്. ഇതിൻ്റെ 2 ഡിഫറെൻറ്റ് എൻഡ്സുകളിലാണ് നമുക്ക് ആൻസിലറി സർവീസസും സാനിറ്ററി സർവീസസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിക്സ് വാർഡ്സുകളാണ്. റിക്സ് വാർഡ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പാരലൽ പ്ലേസ്മെൻറ്റ്സുകളാണ്. പക്ഷെ ഓപ്പൺ വാർഡുകളെ പോലെ അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് നമ്പർ ഓഫ് ബെഡ്സുകളിൽ വളരെ മിനിമം ആയിട്ട് 3 to 4 ബെഡ്സുകൾ മാത്രം പാരലലി പ്ലേസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസുകളാണ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് പാരലലി പ്ലേസ് ചെയ്തിരിക്കുന്ന ബെഡുകൾ. ഇവിടെ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് ഏരിയാസുകളും ഡോക്ടർ ഏരിയാസുകളും അതേപോലെ തന്നെ സാനിറ്ററി റിക്വയർമെൻറ്റ്സുകളും ആൻസിലറി ഏരിയാസുകളും ഏതെങ്കിലും ഒരു സൈഡിലോ ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെക്ഷൻസുകളിലോട്ടോ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമിലർ കൈൻഡ് ഓഫ് പേഷ്യൻസുകൾ നമുക്ക് വേണമെങ്കിൽ
വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. അതേപോലെ ഐസൊലേഷൻ ചെയ്യേണ്ട രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വാർഡ് ഡിസൈൻസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് റിക്സ് യൂണിലാറ്ററൽ വാർഡ്സുകളാണ്. റിക്സിൻ്റെ സെയിം ഡിസൈനിൽ തന്നെ, പക്ഷെ ഇതിനെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ സ്ട്രെച്ച് ഏരിയാസുകളിലായിരിക്കും. അതാണ് റിക്സ് യൂണിലാറ്ററൽ വാർഡ്സുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബൈലാറ്ററൽ റിഗ് വാർഡ്സുകളാണ്. ബൈലാറ്ററൽ റിഗ് വാർഡ്സുകൾ എന്ന് പറയുന്നത് സെയിം അപ്രോച്ച് തന്നെയാണ്, പക്ഷെ രണ്ട് യൂണിലാറ്ററൽ റിഗ്സ് വാർഡ്സുകൾ സെൻട്രൽ ഒരു നഴ്സിംഗ് സ്റ്റേഷനായിട്ട് നിൽക്കുന്നതാണ് ബൈലാറ്ററൽ റിഗ്സ് വാർഡ്സുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്രൈമറി ക്ലിനിക്കൽ ഏരിയാസിലെ സ്റ്റാഫുകൾക്ക് രണ്ട് വാർഡ്സുകളെയും എന്താക്കാൻ പറ്റും, ഈസി ആയിട്ട് ഒബ്സർവേഷൻസുകൾ ചെയ്യാൻ പറ്റുന്ന ഏരിയാസുകളാണ്. നെക്സ്റ്റ് വരുന്നത് ടി ഷേപ്ഡ് വാർഡ്സുകളാണ്. ടി ഷേപ്ഡ് വാർഡ്സുകൾ എന്ന് പറയുന്നത് ടി എന്ന ലെറ്ററിന് സിമിലർ രീതിയിലാണ് നമ്മൾ വാർഡ്സുകൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ വാർഡ്സിൽ ബെഡ്സുകൾ നമുക്ക് ഡിഫറെൻറ്റ് ടീൻ്റെ രണ്ട് വിങ് ഷേപ്പിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഏരിയാസുകൾ നമ്മുടെ ആൻസിലറി മാക്സിലറി ഏരിയാസുകളായിട്ടാണ് വെച്ചപ്പെടുന്നത്. ഇപ്പോൾ വാർഡ് ഡിസൈൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ 4 ടൈപ്പ് ഓഫ് കോമൺ വാർഡ് ഡിസൈൻസുകളാണ് വരുന്നത്. ഓപ്പൺ വാർഡ് ടൈപ്പ്, റിക്സ് വാർഡ് ടൈപ്പ്, റിക്സ് യൂണിലാറ്ററൽ ടൈപ്പ്, ബൈലാറ്ററൽ ടൈപ്പും ടി ഷേപ്പ് വാർഡ്സുകൾ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാർഡ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. വാർഡ് മാനേജ്മെൻറ്റ്, ഇപ്പം നമുക്കറിയാം ഒരു വാർഡിലെ പേഷ്യൻസിനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാനും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനും അവരുടെ റിക്വയർമെൻറ്റ്സുകളും പ്രോപ്പറായിട്ട് നമുക്ക് ബെസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള സർവീസസ് കൊടുക്കണമെങ്കിൽ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇതിൽ നമുക്കൊന്ന് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും ഓപ്പറേഷണൽ മാനേജ്മെൻറ്റും ആണ് നമ്മളിതിൽ കൺസിഡർ ചെയ്യേണ്ടത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമുക്ക് അവരുടെ റിസോഴ്സസുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും അതേപോലെ പുതിയ പേഷ്യൻസുകളെ ഇൻ ചെയ്യാനും ഓൾറെഡി കണ്ടീഷൻസുകൾ റിക്കവറി ആയി പ്രോഗ്നോസിസ് ബെറ്റർ ആയിട്ടുള്ളവരെ ഔട്ട് ചെയ്യാനും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകൾ ഇതാക്കാനും വേണ്ടിയിട്ട് നമുക്ക് സ്ട്രാറ്റജിക്കലി പ്ലേസ് ചെയ്തിരിക്കണം. ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്സ് നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ നഴ്സിംഗ് സിസ്റ്റം, ഡോക്ടർ സിസ്റ്റംസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസുകളും പ്രോപ്പർ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്സ്. ഇതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സുകൾ എന്ന് പറയുന്നത് വാർഡ് ആക്ടിവിറ്റീസുകളും അതിൻ്റെ റുട്ടീൻസുകളും അറിഞ്ഞിരിക്കണം. പ്ലാനിങ് ഡെയിലി പ്രോഗ്രാംസ് ടു പ്രിവെൻറ്റ് ടൈം ലോസുകൾ, മിനിമൈസിങ് ഇൻ്ററപ്ഷൻസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് വാർഡ് റുട്ടീൻസുകൾ, ഡെമോക്രാറ്റിക് അപ്രോച്ച് ഇൻ എസ്റ്റാബ്ലിഷിംഗ് വാർഡ് പോളിസീസ്, orientation of new personnel to familiarize them with ward policies and procedures. അപ്പോൾ വാർഡ് മാനേജ്മെൻറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ നിന്ന് നോക്കി നടത്തേണ്ട കുറച്ച് ഏരിയാസ്, ആദ്യം അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്താണോ വാർഡിൽസിൽ നടക്കുന്നത് റുട്ടീൻസുകൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്താക്കാൻ പറ്റുള്ളൂ, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ പ്ലാൻ ചെയ്ത രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോളിസീസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസീസുകൾ വേണം നമ്മൾ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയൊരു സ്റ്റാഫുകൾ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ഫെമിലറൈസ് ചെയ്ത് അവരുടെ എക്സ്പെർട്ടൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അവരുടെ ഇൻഡിവിജ്വൽ വാർഡ് ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് അവരെ ചുമത്തും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായത് ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളും വാർഡ് മാനേജ്മെൻറ്റ്സുകളാണ്. ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസും അതിൻ്റെ ഓപ്പറേഷണൽ ഏരിയാസുകളുമാണ് ഞങ്ങളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു IPD ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് പേഷ്യൻസുകൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകളിലൂടെ തന്നെയാണ്. ഇതിൽ എക്സ്ട്രാ പ്രോസസ്സായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. IPA പേഷ്യൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് എൻട്രി കൊടുക്കുന്നത്. മറിച്ച് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ നിന്ന് അവർ സർവീസ് എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ IPA പേഷ്യൻസുകൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സ്റ്റേ ചെയ്തിട്ടാണ് സർവീസസുകൾ എടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും അവർക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസുകളും ബെറ്റർ കെയറുകളും നൽകാൻ പറ്റുന്നു എന്നുള്ളത്. ഇനി നമ്മളിതിൽ പഠിച്ചിട്ടുണ്ടായത് ഡിഫറെൻറ്റ് ടൈപ്സുകൾ ഇൻപേഷ്യൻ്റ് വാർഡ്സുകളും അതേപോലെ വാർഡ്സുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളും അതിൻ്റെ ഏരിയാസുകളായ വാർഡ്സുകളും റൂംസുകളും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളത്.
പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏരിയാസുകളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെഷൻസിലോട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.